ഇന്നത്തെ ദിവസം എന്തെല്ലാം മോഹിച്ചിട്ടാ നീ ഒരുത്തനെ കെട്ടിയത്. ഈ ദിവസം കല്യാണം പോലെ കൂട്ടുകാരെയൊക്കെ വിളിച്ച് ഏതെങ്കിലും ഓഡിറ്റോറിയത്തിൽ വെച്ച് കേക്ക് മുറിച്ച് ആഘോഷിക്കേണ്ടതാ. എല്ലാം തോലച്ചു കളഞ്ഞു. ആ വന്നായിരുന്നോ? വിളിച്ചിട്ട് എടുക്കാത്തോണ്ടായിരിക്കും നേരിട്ട് വന്നത്. ഞാനൊരു സമ്മാനമായിട്ടാ വന്നത്. വലിയ വലിയ സമ്മാനങ്ങളൊക്കെ തന്നോണ്ടിരിക്കുവാണല്ലോ. അതിന്റെ കൂടെ കഷ്ടപ്പെട്ട് ഇനി ഒരു സമ്മാനം കൂടി കൊണ്ടുവരണ്ടായിരുന്നു. ഈ ദിവസത്തിന്റെ പ്രത്യേകത പറ്റി എനിക്ക് നല്ല ബോധമുണ്ട്. അതുകൊണ്ട് നിന്റെ മനസ്സിന് ഇഷ്ടപ്പെട്ട ഓർണമെന്റ്സാ ഞാൻ വാങ്ങിയിരിക്കുന്നത്. ഈ ദിവസത്തെ പറ്റി നിങ്ങൾക്ക് ബോധമുണ്ടെന്നോ? അങ്ങനെയാണെങ്കിലേ ഈ ഡേറ്റ് പറഞ്ഞപ്പോ നമ്മുടെ വെഡിങ് ആനിവേഴ്സറി ആണെന്ന് നിങ്ങൾ ഓർക്കേണ്ടതല്ലേ? അതെ, ഞാൻ നേരത്തെ ഓർത്തിരുന്നതാ, കഴിഞ്ഞ മാസം തന്നെ. പക്ഷേ പെട്ടെന്ന് നീ ചോദിച്ചപ്പോ മറന്നുപോയി, അത്രേ ഉള്ളൂ. ഇന്നത്തെ ദിവസം നിങ്ങൾ വരണമെന്നും നിങ്ങൾ എനിക്കൊരു പ്രസന്റ് കൊണ്ട് തരണമെന്നും ഞാൻ പറഞ്ഞിട്ടില്ല. എനിക്ക് അതിനോടൊന്നും ഒരു താല്പര്യമില്ല. ഈ ഗിഫ്റ്റിനെക്കാളും ഞാൻ ആഗ്രഹിച്ചത് നാട്ടിലുള്ള ഒരു ഭർത്താവിനെയാ. മോളെ, സ്വത്തെല്ലാം കണ്ണന്റെ പേരിലായി പോയതുകൊണ്ടല്ലേ ഉണ്ണിക്ക് അവന്റെ ലക്ഷ്മിയുടെ ഒക്കെ മുന്നിൽ നട്ടെല്ല് വളയ്ക്കേണ്ടി വന്ന് ഇല്ലേ? അല്ലെങ്കിൽ പിന്നെ രണ്ടെണ്ണത്തിനെ ഉണ്ണിക്കുട്ടിനെ അവിടെ നിന്ന് പുകയ്ക്കത്തില്ലായിരുന്നോ? എന്തിനാ ഏട്ടന്റെ ഏട്ടത്തിയുടെയും തണലിങ്ങേര് ജീവിക്കുന്നത്? സിവിൽ എഞ്ചിനീയറിംഗ് ഒക്കെ കഴിഞ്ഞതല്ലേ? മറ്റേതെങ്കിലും കമ്പനിയിൽ ഇങ്ങേർക്ക് ജോലിക്ക് കയറിക്കൂടെ? അത് മോള് പറയുന്നതിൽ ന്യായമുണ്ട്. ഇപ്പോഴാണെങ്കിലേ ഇങ്ങേർക്ക് കുറെ വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ട്. അങ്ങനെയുള്ളപ്പോ നല്ല ഏതെങ്കിലും കൺസ്ട്രക്ഷൻ കമ്പനിയിലെ ജോലി കിട്ടില്ലേ? അല്ലെങ്കിൽ ഗൾഫിലേക്കോ അമേരിക്കയിലേക്കോ പൊക്കൂടെ? അയ്യോ മോളെ, അവിടെയൊക്കെ യുദ്ധം നടക്കുവാ, അങ്ങോട്ടൊന്നും പോകാൻ പാടില്ല. നാട്ടിൽ തന്നെ നല്ലൊരു ജോലി സമ്പാദിച്ചാ മതി. എന്നിട്ട് നീ സ്വന്തമായിട്ടൊരു വീട് അങ്ങോട്ട് വയ്ക്കേ. അപ്പോ മോൾ അങ്ങോട്ട് വരുമല്ലോ. ഇന്ന് വെഡിങ് ആനിവേഴ്സറി ആയിട്ട് കരുണയും കൂടെ ഒന്ന് പുറത്തേക്ക് പോകണമെന്നുണ്ട്. കരുണയ്ക്ക് ഇഷ്ടപ്പെട്ട എന്തെങ്കിലും ഡ്രസ്സ് വാങ്ങിക്കൊടുക്കണം. പിന്നെ വൈകുന്നേരം ഏതെങ്കിലും നല്ല ഹോട്ടലിൽ നിന്ന് ഫുഡും കഴിക്കണം. അതിനൊന്നുള്ള മൂടിപ്പ എനിക്കില്ല. എന്റെ ജീവിതത്തിലെ ഈ താലിയല്ല കയറിട്ട് മുറുക്കിയ ദിവസം ഇന്ന്. അതായത് ഇന്ന് എന്റെ വെഡിങ് ആനിവേഴ്സറി അല്ല, ഫസ്റ്റ് ഡെത്ത് ആനിവേഴ്സറിയാ. മോളെ, അങ്ങനെയൊന്നും പറയരുത്, അങ്ങനെയൊന്നും പറയരുത്. ഇത്രേ ഞാൻ പറയുന്നുള്ളൂ. ഇനി ഇങ്ങനെ ഇവിടെ നിന്നാലേ ഇതിനപ്പുറവും പറഞ്ഞത് വരും. അതുകൊണ്ട് കൊണ്ടുവന്ന സമ്മാനം കൊണ്ടുപോവാൻ നോക്ക്. എന്തായാലും സമ്മാനം ഞാൻ എടുക്കുന്നില്ല. ഇത് നിനക്ക് വേണ്ടി ഞാൻ വാങ്ങിയതാ. ഇത് ഇവിടെ തന്നെ ഇരിക്കട്ടെ. മോളെ, എന്നാലും അത്രയും വേണ്ടായിരുന്നു. ഇത് തന്നെ കുറവാ. ഒരുത്തി ആഡംബരക്കാരിൽ ലോകം ചുറ്റുമ്പോഴേ അവൾക്ക് ആ വെഡിങ് ആനിവേഴ്സറി ഉള്ളത്, എനിക്കതില്ല. ഇപ്പൊ പറഞ്ഞല്ലോ ഏതെങ്കിലും ഒരു വലിയ ആഡംബര ഹോട്ടലിൽ കൊണ്ടുപോയി ഫുഡ് വാങ്ങിച്ചു തരാന്നൊക്കെ. അത് ഏതെങ്കിലും ഒരു ലോക്കൽ ഹോട്ടലായിരിക്കും. ഒരിക്കലും അയാൾ ഒരു 5 സ്റ്റാർ ഹോട്ടലിൽ കേറില്ല. അത്രയ്ക്ക് പിശുക്കനാ. ശരിയാ ശരിയാ.